പലപ്പോഴും ഭരിക്കുന്ന പാർട്ടിക്കാർ ഈ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനൊക്കെ ആക്കുന്നത് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റൊക്കെ ആയിട്ടും നിയമിക്കുന്ന ആളുകൾ വേറെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഈ പാർട്ടിയിലേക്ക് വന്ന ആളുകൾക്ക് ഒരു ലാവണം, ഒരു സ്ഥാനം, അതൊക്കെ വാഗ്ദാനം ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് നേതാക്കന്മാരെ. എന്നാൽ പിന്നെ അവരെ പ്രസിഡന്റായി കളയാം. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ പുത്തനച്ച് പുരപ്പുറം തൂക്കെന്ന് പറയുന്ന പോലെ വന്ന ഉടനെയുള്ള ആവേശം കാണിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം പാർട്ടിയുള്ള ആവേശം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അവർ മെനക്കെടുന്നത് എന്നുള്ളത് അവരുടെ പ്രവൃത്തികളും തന്നെ വ്യക്തമാണ്. ഇപ്പൊ പല ക്ഷേത്രങ്ങളുടെയും കാര്യം നോക്കിയാൽ അറിയാം. പല ക്ഷേത്രങ്ങളിലെയും ഉപദേശക സമിതികളൊക്കെ പിരിച്ചുവിടുകയാണ്. എന്നിട്ട് ആ നല്ല നിലയിൽ നടക്കുന്ന ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന, ആചാരങ്ങൾ സംരക്ഷിക്കുന്ന, അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്ന അത്തരം ഉപദേശക സമിതികളൊക്കെ പിരിച്ചുവിട്ടിട്ട് പല താല്പര്യങ്ങളുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ, മറ്റു താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഉപദേശക സമിതികളെ അവിടെ വാഴിക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണിത്? ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ശരിയാവണ്ണം നടത്തേണ്ട ദേവസ്വം ബോർഡ് ചെയ്യാത്തതിന് പകരമായിട്ട് ഭക്തജനങ്ങൾ നാട്ടിൽ നിന്ന് മുഴുവനും പണം പിരിച്ച് ഉത്സവങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ നാട്ടുകാർ നടത്തുകയാണ് ഉപദേശക സമിതി. വർഷങ്ങളായിട്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെയും മാറ്റുകയാണ്. ദേവസ്വം ബോർഡ് ആദ്യം പിടിച്ചടക്കി, ഇപ്പൊ ഉപദേശക സമിതിയും കൂടി പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലും തങ്ങളുടെ ആധിപത്യം മരക്കിട്ടുറപ്പിക്കുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അതിൻ്റെ എല്ലാം ഉദ്ദേശം വളരെ വ്യക്തമാണ്. നല്ല ഉദ്ദേശമല്ല. നേരെ മറിച്ച് നേരത്തെ പുറത്ത് നിന്ന് ഇതിനെ വെല്ലുവിളിച്ചും ഭർസിച്ചും ആക്ഷേപിച്ചും അപമാനിച്ചും അവഹേളിച്ചും ഈ വിശ്വാസത്തെയും ക്ഷേത്ര സംസ്കാരത്തെയും ധർമ്മത്തെയും സംസ്കൃതിയെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ അതിൽ പരാജയപ്പെട്ടപ്പോ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതിനെതിരായിട്ട് വിശ്വാസികളും ഭക്തജനങ്ങളും ജാഗ്രത പുലർത്തിയേ മതിയാവൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഭാരതം മുഴുവനും ലോകത്തെമ്പാടും എന്ന് തന്നെ പറയണം ഒരു വലിയ ഉണർവ് ഉണ്ടാവുകയാണ്. സനാതന ധർമ്മത്തോടുള്ള ഒരു ആദരവ്, വിശ്വാസം, ഭക്തി, ശ്രദ്ധ അത് കൂടി വരികയാണ്. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് ആളുകളെ നമ്മുടെ ധർമ്മത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്, തമിഴ്നാടാണെങ്കിലും തമിഴ്നാട്ടിലൊക്കെ കുറച്ചു കാലം മുമ്പ് എല്ലാ വിശ്വാസത്തെയും തകർത്തെറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനം അവിടെ രൂപീകരിച്ചിരുന്നു. അവിടുത്തെ ദ്രാവിഡ ഘടകവും അണ്ണാദുരയുടെ പ്രസ്ഥാനമൊക്കെ ഹിന്ദു ധർമ്മത്തിനെതിരായിട്ട് വന്നതാണ്. പക്ഷേ അവിടെ നിന്നാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അവിടെ പതിനായിരക്കണക്കിന് ആളുകളെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ഗ്രാമാന്തരങ്ങളിൽ വളരെ ആസൂത്രിതമായിട്ട് പണച്ചാക്കുമായിട്ട് ആളുകളുടെ സംഘടിതമായ പരിശ്രമം നടക്കുന്നുണ്ട്. അവരെ ധർമ്മത്തിൽ ഉറപ്പിച്ചു നിൽക്കുന്നത് ഈ അയ്യപ്പ വിശ്വാസമാണ്. തമിഴ്നാട്ടിലെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ആളുകൾ ഈ സന്നിധിയിലേക്ക് കടുത്ത വ്രതധാരികളായി, വിശ്വാസധാരികളായിട്ട് അവരെ നിലനിർത്തുന്നത്, നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം നിലനിർത്തുന്നത് അയ്യപ്പസ്വാമിയിലുള്ള വിശ്വാസമാണ്. അപ്പൊ സനാതന ധർമ്മത്തെ, ഹിന്ദു ധർമ്മത്തിന്റെ അതിന്റെ അടിത്തറയിൽ പ്രഖരമായ, ബലിഷ്ഠമായ അതിന്റെ അടിത്തറയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ അയ്യപ്പ ധർമ്മ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമാവുന്നത്. ഇത് നിലനിൽക്കണം, ഇത് പൂർവാധികം ഭംഗിയായി നടക്കണം എന്ന ആഗ്രഹം ഇവിടെ ഉണ്ടാവുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ സർക്കാരും ദേവസ്വം ബോർഡും ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ്. നിരവധി കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് പറയാൻ. പക്ഷേ ഇവിടെ സ്വാമിനിയുമൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്, ശ്രീ വിജയകുമാർ സാറൊക്കെ അവരുടെ വിഷയങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അടുത്ത ശബരിമലയിലുള്ള തീർത്ഥാടന കാലമാകുന്നതിന് മുമ്പ് തന്നെ വേണ്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ദേവസ്വം ബോർഡ് മിഥ്യാഭിമാനം വെടിഞ്ഞുകൊണ്ട് ഇവിടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. അതിനുവേണ്ടി തന്നെ സമർപ്പിതരായിട്ടുള്ള ആളുകളുണ്ട്, വ്യക്തികളുണ്ട്, ശക്തികളുണ്ട്, സംഘടനകളുണ്ട്. അവർ നിസ്വാർത്ഥമായി പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അവരെ മുഴുവനും ശബരിമലയിൽ നിന്ന് അകറ്റി മാറ്റിയിരിക്കുകയാണ്. ഈ അവസ്ഥ പരിഹരിക്കണം. ശബരിമലയ്ക്കും ഭക്തന്മാർക്കും വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന, സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന, നേരത്തെ നടത്തിയിരുന്ന സംഘടനകളെ മുഴുവനും അവരുമായി കൂടിയാലോചിച്ചുകൊണ്ട് ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഭക്തന്മാർക്ക് സേവനങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ദേവസ്വം ബോർഡും സർക്കാരും ചെയ്യണം എന്നുള്ളതാണ്
ഹിന്ദു സംഘടനകൾക്ക് ആവശ്യപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തീർച്ചയായും കൂട്ടായി തന്നെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. പക്ഷേ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്ന സർക്കാരിൻ്റെ നയം തിരുത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ അതിശക്തമായ പ്രതികരണവും പ്രവർത്തനവും ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. വ്രതശുദ്ധി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നതിനായി